വീണ്ടും ലവ് ജിഹാദ് ആരോപണം. ഇത്തവണയും ക്രൈസ്തവ പെൺകുട്ടി. ഈ അപ്പന് നീതി കിട്ടുമോ? കേരളത്തിലെങ്ങും മരുന്നിന് പോലും ഇല്ലാത്തതെന്ന് ഇസ്ലാമിസ്റ്റുകളും പിന്നെ വോട്ട് ബാങ്കിന് വേണ്ടി അവരെ സദാ പിന്താങ്ങുന്ന സഖാക്കളും മറ്റ് രാഷ്ട്രീയ പാർട്ടികളും വിളിച്ചുകൂവുന്ന ലവ് ജിഹാദ് പ്രണയക്കെണിക്ക് ഇതാ മറ്റൊരു പുതിയ ഇര കൂടി. ഇക്കുറി തിരുവല്ല സ്വദേശിനിയായ ക്രിസ്തീയ യുവതിയാണ് പഠനാർത്ഥം ചെന്നൈയിലായിരിക്കുമ്പോൾ കണ്ണൂർ സ്വദേശിയായ മുസ്ലിം യുവാവിൻ്റെ പ്രണയക്കെണിയിൽപ്പെട്ട് ഹോസ്റ്റലിൽ നിന്ന് അപ്രത്യക്ഷയായിരിക്കുന്നത്. പെൺകുട്ടിയുടെ പിതാവ് പത്തനംതിട്ട പോലീസ് മേധാവിക്ക് പരാതി നൽകിയെങ്കിലും പോലീസിൻ്റെ അനാസ്ഥയെ തുടർന്ന് മകളെ വിട്ടുകിട്ടാൻ ആ പിതാവ് ഹൈക്കോടതിയിൽ ഹെബിയസ് കോർപ്പസ് റിട്ട് നൽകിയിരിക്കുകയാണ്. ലവ് ജിഹാദ് എന്ന പ്രണയക്കെണിക്ക് ഇരയായ നൂറുകണക്കിന് പെൺകുട്ടികളെയും അവരുടെ പൊള്ളുന്ന അനുഭവങ്ങളെയും തെളിവായി കാട്ടി ക്രൈസ്തവരും ഹൈന്ദവരും അടങ്ങുന്ന ഇന്ത്യയിലെ ഭൂരിപക്ഷ സമൂഹം പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റുകളുടെ അതിഭീകരവും സാമൂഹ്യ ദ്രോഹവുമായ ഈ തിന്മയെ പലതവണ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളതാണ്. പ്രണയത്തിലൂടെ പെൺകുട്ടികളെ വശീകരിച്ച് അവരുടെ ഭാവി തുലയ്ക്കുന്ന ഈ ഭീകര പ്രവർത്തനത്തെക്കുറിച്ച് ശരിതെറ്റുകളെ തിരിച്ചറിയാനാകാത്ത പ്രായത്തിൽ പ്രണയത്തിൻ്റെ ട്രാപ്പുകളിലൂടെ അന്യമതസ്ഥരായ പെൺകുട്ടികളെ വശീകരിച്ച് തട്ടിക്കൊണ്ടുപോയി മതം മാറ്റുന്ന അത്യന്തം ഹീനമായ ഈ തന്ത്രം അടുത്ത കാലത്ത് വീണ്ടും ലോകം മുഴുവൻ ചർച്ചയായത് കേരള സ്റ്റോറി എന്ന സിനിമ പുറത്തിറങ്ങിയപ്പോഴായിരുന്നു. പ്രണയക്കെണിയുടെ യാഥാർത്ഥ്യങ്ങളെ തിരക്കഥയാക്കി സിനിമയൊരുക്കിയപ്പോൾ അതിനെതിരെ തിരിഞ്ഞ പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റുകളും അവരുടെ സമ്മതിദാനത്തിൻ്റെ പിൻബലത്തിൽ അധികാരം പങ്കിടുന്ന ഇടത് വലതന്മാരും ഒരേ സ്വരത്തിൽ പറഞ്ഞത് ലവ് ജിഹാദ് എന്നത് വെറും വ്യാജ ആരോപണം മാത്രമാണെന്നായിരുന്നു. സിനിമയുടെ ട്രെയിലറിൽ പരാമർശിച്ചതുപോലെ 32,000 അല്ല 3 പേരെയെങ്കിലും പ്രണയച്ചതിയിലൂടെ ഇസ്ലാമിലേക്ക് മതം മാറ്റിയെന്ന് തെളിയിച്ചാൽ കോടികൾ ഇനാം തരാമെന്നായിരുന്നു പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റുകളെ പിന്താങ്ങുന്നവരുടെ വെല്ലുവിളി. ആ വെല്ലുവിളി ശബ്ദം നിലയ്ക്കുന്നതിന് മുൻപ് തന്നെ മധ്യ തിരുവിതാംകൂറിൽ നിന്ന് വീണ്ടും മറ്റൊരു ക്രിസ്തീയ പെൺകുട്ടി കൂടി ലവ് ജിഹാദ് പ്രണയക്കെണിയുടെ കുരുക്കിൽപ്പെട്ട് ഹോസ്റ്റലിൽ നിന്ന് അപ്രത്യക്ഷയായിരിക്കുന്നു. തൻ്റെ മകളെ തട്ടിക്കൊണ്ടുപോയി ഇസ്ലാമിലേക്ക് നിർബന്ധിത മതപരിവർത്തനത്തിന് ഇരയാക്കിയെന്നും കണ്ണൂർ മട്ടന്നൂരിലെ ഫഹദിൻ്റെ വസതിയിൽ തടവിലാണ് മകളെന്നും അവളെ ഹാജരാക്കാൻ ഹൈക്കോടതി നിർദ്ദേശം നൽകണമെന്നുമാണ് പെൺകുട്ടിയുടെ പിതാവ് ഹൈക്കോടതിയിൽ അപേക്ഷിച്ചിരിക്കുന്നത്. ചെന്നൈയിൽ പഠിക്കുകയായിരുന്ന 22-കാരിയായ തിരുവല്ല സ്വദേശിനിയാണ് പരാതിക്കാരൻ്റെ മകൾ. ഏതാനും ദിവസങ്ങളായി മകളെ ഫോണിൽ ബന്ധപ്പെടാൻ കഴിയാതെ ഹോസ്റ്റലിൽ അന്വേഷിച്ചപ്പോൾ ഒരു യുവാവ് വന്ന് കൂട്ടിക്കൊണ്ടുപോയി എന്നാണ് ഹോസ്റ്റൽ അധികൃതർ പറഞ്ഞത്. കൂടുതൽ അന്വേഷിച്ചപ്പോഴാണ് മട്ടന്നൂരുകാരൻ ഫഹദിനെ കുറിച്ചുള്ള വിവരങ്ങൾ ചുരുളഴിഞ്ഞത്. ഇയാളുടെ മൊബൈലിൽ നിന്ന് ശബ്ദ സന്ദേശവും ഫോൺ കോളുകളും വന്നിരുന്നതായും പെൺകുട്ടിയുടെ പിതാവ് പറയുന്നു. അമുസ്ലിമുകളായ പെൺകുട്ടികളെ ചൂഷണം ചെയ്ത് അവരെ തട്ടിക്കൊണ്ടുപോയി പ്രത്യേക കേന്ദ്രങ്ങളിലും വീട്ടു തടങ്കലുകളിലും പാർപ്പിച്ച് വിവിധ ജിഹാദി പ്രവർത്തനങ്ങൾക്കായി എറിഞ്ഞുകൊടുക്കുന്നു എന്ന് മുൻപ് പലരും പറഞ്ഞ ആരോപണങ്ങളെ ശരിവച്ചിരിക്കുകയാണ് ഇപ്പോഴത്തെ സംഭവവും. സോണിയ സെബാസ്റ്റ്യനും മെറിൻ ജേക്കബും അപർണയും അഖിലയും ഒക്കെ ലവ് ജിഹാദിന്റെ ജീവിക്കുന്ന തെളിവുകളായി നിൽക്കുമ്പോഴാണ് ലവ് ജിഹാദിന് സമാനമായ മറ്റൊരു സംഭവം കൂടി ആവർത്തിക്കപ്പെട്ടിരിക്കുന്നത്. നിരവധി അനുഭവങ്ങൾ കണ്ടിട്ടും കേട്ടിട്ടും പഠിക്കാതെ 2 പതിറ്റാണ്ടിലധികം സ്നേഹവും പരിരക്ഷയും നൽകി വളർത്തി വലുതാക്കുന്ന മാതാപിതാക്കന്മാരുടെയും സമുദായത്തിൻ്റെയും വാക്കുകളെ പുച്ഛിച്ച് ഇന്നലെ കണ്ടുമുട്ടുന്ന ഒരുത്തൻ്റെ കൂടെ അവൻ ആരെന്നോ അവൻ്റെ ലക്ഷ്യം എന്തെന്നോ അറിയാതെ ഇറങ്ങി പുറപ്പെടുന്ന പെൺകുട്ടികളെക്കുറിച്ച് ഇനിയും എന്തു പറയാൻ? ഇക്കാര്യങ്ങൾ തുറന്നു പറഞ്ഞ കാഞ്ഞിരപ്പള്ളിയിലെ അലോഖ എന്ന പെൺകുട്ടിയെയും അവളുടെ പിതാവിനെയും വർഗീയവാദികളെന്ന് മുദ്രകുത്തിയ പാർട്ടി പത്രവും താലിബാൻ വിസ്മയം ചാനലും ഇതൊന്നും ഒരിക്കലും കാണില്ല. കാരണം പരസ്പര സഹായ സഹകരണ സംഘത്തെ പോലെ പ്രവർത്തിക്കുന്ന അവരുടെ പൊതുലക്ഷ്യം പൊളിറ്റിക്കൽ ഇസ്ലാമിനെ സഹായിക്കലാണല്ലോ. അവർ ഒഴികെയുള്ള മറ്റു പല പ്രധാന ചാനലുകളും ഈ വാർത്ത കാണാതെ പോകുന്നത് അറിയുമ്പോഴാണ് ഇസ്ലാമിസ്റ്റുകൾ എത്ര വിദഗ്ധമായിട്ടാണ് ഇവിടുത്തെ മാധ്യമങ്ങളെ നിയന്ത്രിക്കുന്നത് എന്ന ബോധ്യം ലഭിക്കുക. മറക്കരുത്, കേരളത്തിൽ ഇപ്പോൾ ഹൃദയം പൊട്ടിക്കരയുന്ന തിരുവല്ലയിലെ ആ പിതാവ് ലവ് ജിഹാദ് മൂലം മക്കൾ നഷ്ടപ്പെട്ട അനേകം പിതാക്കന്മാരുടെ പ്രതിനിധി മാത്രമാണ്. ഈ കേസും കോടതിയിലെത്തും. വലിയ സന്നാഹത്തോടെ പെൺകുട്ടിയെയും കൂട്ടി ഫഹദെത്തും. വലിയ പണത്തൂക്കം വാങ്ങുന്ന വക്കീലന്മാരും എത്തും. പിന്നീട് സംഭവിക്കുന്നത് പ്രണയക്കെണികൾ കോടതിയിലെത്തുമ്പോഴുള്ള പതിവ് കാഴ്ചകൾ തന്നെ ആയിരിക്കും. അതിനാൽ ഹൈക്കോടതിയിലും പുറത്തും ആ പിതാവിനോട് ചേർന്ന് നിന്ന് ഏക മനസ്സോടെ ലവ് ജിഹാദിനെതിരെ പൊരുതാൻ ക്രൈസ്തവ ഹൈന്ദവ സമൂഹങ്ങൾക്കും ഇസ്ലാമിസ്റ്റുകൾ ഒഴികെയുള്ള നല്ല മുസ്ലിം സഹോദരങ്ങൾക്കും കഴിയട്ടെ.